ഒട്ടേറെ വർഷങ്ങളായി ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രശ്നമായിരുന്നു കരിനിലങ്ങളിലെ ചെമ്മീൻ കൃഷി. ഇപ്പോഴതിൽ ഒരു വ്യക്തത വരികയാണ്. തരിശായ 5000-ഓളം ഹെക്ടർ ഭൂമി വനാമി ചെമ്മീൻ കൃഷി ചെയ്യണമെന്നാണ് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ അക്വാ ഫാർമേഴ്സ് അസോസിയേഷൻ്റെയും തീരുമാനം. അതിലവർ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇങ്ങനൊരു അഭിപ്രായം ഞാൻ ആദ്യമായി കേട്ടത് കൃഷി സംബന്ധമായ ഒരു മീറ്റിംഗ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും പ്രസാദ് മന്ത്രി അധ്യക്ഷനായിരിക്കുകയും ചെയ്യുന്ന ഒരു യോഗത്തിൽ ചേർത്തലയിൽ വെച്ചാണ്. ഞങ്ങളെയും കൃഷിയിലേക്ക് എന്നായിരുന്നു ആ പരിപാടിയുടെ പേര്. അതിൽ പങ്കെടുത്ത ആരും കൃഷിയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല, നെൽകൃഷിയെക്കുറിച്ച് വിശേഷിച്ച്. അധ്യക്ഷനായിരുന്ന ശ്രീ പ്രസാദും ഉദ്ഘാടകനായിരുന്ന മുഖ്യമന്ത്രിയും മാത്രമാണ് നെൽകൃഷിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത്. അത് പൂർവാധികം ഭംഗിയായി നടത്തണമെന്ന്. പക്ഷെ മറ്റാർക്കും അതിന് താല്പര്യമില്ലായിരുന്നു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ അന്നത്തെ MP അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ പറയുകയും ചെയ്തു, വനാമി കൃഷിയാണ് നമുക്ക് യോജിച്ചത്, അതുകൊണ്ട് അത് ചെയ്യണം, അത് ഒട്ടേറെ വിദേശ നാണ്യങ്ങൾ നേടിക്കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത വന്നിരിക്കുന്നു, തരിശുപാടങ്ങളിൽ വനാമി വിളയാൻ ചില നടപടികൾ സ്വീകരിക്കുമെന്നാണ്. ഇനി അങ്ങനെ സംഭവിക്കൂ എന്നുള്ളത് വ്യക്തമായ സ്ഥിതിക്ക് ചില മുൻപ്രവർത്തനങ്ങൾ കൂടി ഞാൻ പറയുകയാണ്. കഴിഞ്ഞ ഒരു 7, 8, 9 മാസങ്ങൾക്ക് മുമ്പ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമരം നടന്നു. ആ സമരം എന്ന് പറയുന്നത് അക്വാ ഫാർമേഴ്സിൻ്റെ സമരമാണ്. ഓൾ കേരള അക്വാ ഫാർമേഴ്സ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓൾ കേരളയല്ല, ഓൾ ജില്ല പോലുമല്ല. പകരം കരിനിലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറേ സബ് കോൺട്രാക്ടർമാർ ഇവിടെ നിന്ന് വണ്ടിയിൽ പോയി അവിടെ അങ്ങനെ സമരം നടത്തുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് വ്യക്തമായിരുന്നില്ല അന്ന്. ഏതായാലും ആ സമരത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഏറ്റവും ഉയർന്ന ഘടകമായ കർഷക സംഘങ്ങൾ, കർഷക യൂണിയനുകൾ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഈ കരിനിലങ്ങൾ എന്നത് തരിശായി കിടക്കുന്നത് ശരിയാണ് എന്നിരുന്നാലും അത് വൻപിച്ച ഒരു ജലസ്രോതസ്സാണ്. പെയ്യുന്ന വെള്ളം മുഴുവൻ അത് കുടിച്ച് വറ്റിച്ച് നമ്മുടെ തോടുകളിലും മറ്റ് ജലാശയങ്ങളിലും കുളങ്ങളിലും കിണറുകളിലും എല്ലാം എത്തിക്കുന്നുണ്ട്. അതുവഴി ശുദ്ധജലം കിട്ടും. ആ ശുദ്ധജലം എന്നത് മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉപ്പുവെള്ളം കുടിക്കാനുമാവുകയില്ല. മറ്റൊന്ന്, ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ജൈവ വൈവിധ്യം എന്നത് പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ്. അതിനകത്തുള്ള ഒട്ടേറെ ജീവജാലങ്ങൾ, സസ്യജാലങ്ങൾ എല്ലാം നശിച്ചു പോവുകയാണ്. അതുണ്ടാക്കുന്ന ആഘാതം പലരും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ജൈവവൈവിധ്യം ഇല്ലാതായാലുണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ച്. കൃഷി എന്നത്
കൃഷി മാത്രമായിട്ട് നടക്കുന്ന ഒന്നല്ല. ഒട്ടേറെ അനുബന്ധമായിട്ടുള്ള തൊഴിലുകൾ അതിലുണ്ട്. ആ തൊഴിലുകൾ എന്നത് എല്ലാവർക്കും അറിയാം. പശു വളർത്തൽ, അല്ലെങ്കിൽ പാൽ, മുട്ട, മാംസം, പച്ചക്കറി, ഇവയെല്ലാം അതിൻ്റെ അനുബന്ധ വിളകളാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനം വരുന്നതോടുകൂടി തീർച്ചയായും ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നെഗറ്റീവായ ഫലമുണ്ടാക്കും. ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ അങ്ങനെ തീരുമാനിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതിന് രണ്ട് കാരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, CPM-ൻ്റെ നേതൃത്വത്തിൽ മണലെടുക്കണം എന്ന് പറഞ്ഞൊരു സമരം ഉദ്ഘാടനം ചെയ്തിട്ട് പോയി ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം. അന്ന് അവരുന്നം വെച്ചത് തുറന്നു കഴിഞ്ഞാൽ കയറുന്ന ഉപ്പുവെള്ളം ഉപയോഗിച്ച് മത്സ്യവാറ്റ് നടത്താമെന്ന് തന്നെയായിരുന്നു. പക്ഷേ അത് പ്രകൃതി കാര്യമായിട്ട് തന്നെ പെരുമാറിയതുകൊണ്ട് മണൽക്കൂനകളെ മാറ്റി ഉപ്പുവെള്ളത്തെ കടത്തിവിടാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായത്. പിന്നെ അവർ സമരം പ്രഖ്യാപിച്ചതിന് ശേഷം അതിൻ്റെ ഒരു തുടർ നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ തന്നെ എന്താ വ്യക്തമാകുന്നത്? തീർച്ചയായും CPM ഈ പ്രവർത്തനത്തിന് അനുകൂലമാണ് എന്നാണ്. അതാണല്ലോ ആരിഫ് പറഞ്ഞത്. രണ്ടാമത്, സജി ചെറിയാൻ എന്ന മന്ത്രി ഒരു സമ്മേളനത്തിൽ പറഞ്ഞത്, നെല്ല് ഇവിടെ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല, അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഈ അക്വാ ഫാർമേഴ്സ് അസോസിയേഷനുമായിട്ട് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ പരസ്യാലോചനയുടെ ഫലമായിട്ടുണ്ടാകുന്ന അഭിപ്രായമാണത്. തന്നെയുമല്ല, അദ്ദേഹം ഏപ്രിൽ മാസത്തിൽ കരിനിലങ്ങളിൽ കൃഷി മത്സ്യകൃഷി നീട്ടിക്കൊടുത്തുകൊണ്ട് കൃഷിമന്ത്രിയുടെ മുകളിൽ കൂടി ഒരു ഓർഡർ ഇടുകയും ചെയ്തു. അതിനെതിരെ നടന്ന സമരങ്ങളെ അദ്ദേഹം ന്യായമായി കണ്ടതേയില്ല. ഈ മത്സ്യകൃഷിക്കാർ ചെയ്യുന്ന അഴിമതികളെന്ന് പറയുന്നത് വളരെ വലുതാണ്. കരിച്ചിറകളിൽ താമസിക്കുന്ന ഭൂരിപക്ഷം വരുന്ന ദളിത് ജനവിഭാഗങ്ങൾക്ക് അവരുടെ വീട്ടിൽ വെള്ളക്കെട്ട് മൂലം പുറത്തേക്ക് ഇറങ്ങാനാവാത്ത സ്ഥിതിയുണ്ട്. വീടുകൾ ദ്രവിക്കുന്ന സ്ഥിതിയുണ്ട്. അതാരും കാണുന്നില്ല. അതിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല. മറ്റൊന്ന്, അന്ധകാരനടിയിലേക്ക് വന്ന് നിരന്നിരിക്കുന്ന ഇഷ്ടം പോലെ മത്സ്യ സംസ്കരണശാലകൾ ഈ കാണുന്ന ജലത്തിലേക്ക് ഒഴുക്കി വിടുന്ന മലിനജലം, മലിന വസ്തുക്കൾ എല്ലാം കൂടി ചേർന്ന് ആകെ ദുർഗന്ധപൂരിതമായൊരവസ്ഥയാണ് ഇവിടെയുള്ളത്. അതിനും നാളിതുവരെ പരിഹാരം ഉണ്ടായില്ല. കൊതുകുകൾ പെരുകുന്നു. എല്ലാ ജലാശയങ്ങളിലേക്കും ദുർഗന്ധവാഹിയായ ജലം അടിച്ചു കയറി ആകെ കുഴപ്പമാകുന്നു. നിശ്ചലമായി കിടക്കുകയാണ് ഇവിടെ. മറ്റൊന്ന്, കൃഷിയെ എന്ന സംവിധാനത്തിന് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഓരുമുട്ടുകളാണ്. നമ്മുടെ ഈ കരിനിലങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം 305 ഓരുമുട്ടുകളാണ് മൈനർ ഇറിഗേഷൻ വകുപ്പ് പലപ്പോഴായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. അവയെല്ലാം ഇടിച്ച് തകർക്കപ്പെട്ട സ്ഥിതിയിൽ കിടക്കുന്നു. ആരിടിച്ച് തകർത്തു? ആരാണത് ഉരുക്കളഞ്ഞത്? തീർച്ചയായും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് മത്സ്യലോബിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, 11 സ്ലൂയിസുകളാണുള്ളത്. 11 പ്രവർത്തനരഹിതമാണ്. മറ്റൊന്ന്, അന്ധകാരനടിയിൽ 20 ഷട്ടറുകളാണ്. അവ പ്രവർത്തിപ്പിക്കുന്നില്ല എന്നതാണ് വസ്തുത. അപ്പോൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കുറേ പ്രവർത്തനങ്ങളുടെ ഫലമായി കൃഷി നഷ്ടമാണ് എന്ന് വരുത്തി തീർത്തതിന് ശേഷം നടത്തുന്ന ഈ അതിക്രമം തീർച്ചയായും വളരെ വലിയ ബുദ്ധിമുട്ട് ചേർത്തല താലൂക്കുകാർക്ക് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
അതുകൊണ്ട് ഗവൺമെൻറ് എന്താണ് ചെയ്യേണ്ടത്? ഗവൺമെൻറ് തീർച്ചയായും ഇന്നത്തെ സ്ഥിതിയിൽ വനാമി കൃഷി ചെയ്യും. അതിൻ്റെ പിന്നിൽ വളരെ ശക്തിയായി ഉറച്ചു നിൽക്കുന്ന മത്സ്യമന്ത്രി അത് നടപ്പാക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. അത് അദ്ദേഹം നടപ്പാക്കുമ്പോൾ ചില കാര്യങ്ങളിൽ അദ്ദേഹം തീരുമാനമുണ്ടാക്കണം. എന്തൊക്കെയാണത്? ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കരിച്ചിറകളിലെ വീടുകളിൽ അവർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റുന്ന വിധമുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഉപ്പുവെള്ളത്തിൻ്റെ ഒരു തരി പോലും അവരുടെ മുറ്റത്തേക്ക് കടന്നു ചെല്ലരുത്. അതിന് നടപടി സ്വീകരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തേത്, മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന മലിനജലം എല്ലായിടത്തും ഒഴുകിപ്പരക്കുന്ന ഇന്നത്തെ സ്ഥിതിക്ക് അവസാനം ഉണ്ടാകണം. ഏകദേശം 60ഓളം മത്സ്യ സംസ്കരണ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ പട്ടണക്കാട് പഞ്ചായത്തിൽ തന്നെ അനധികൃതമായിട്ടുള്ളത്. അവയെല്ലാം കൂടി ഒഴുക്കി വിടുന്ന മാലിന്യം എന്ന് പറയുന്നത് എത്ര ഭീമമാണെന്ന് പറയാൻ നിവർത്തിയില്ല. അത് സംസ്കരിക്കുന്നതിനുള്ള പ്ലാന്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതമെന്ന് പറയുന്നത് ദുരിതപൂർണമായി തീരും. അദ്ദേഹം ചെങ്ങന്നൂരുകാരനാണ്. അദ്ദേഹത്തിനോട് നല്ല വെള്ളം കുളിച്ച് കഴിയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂക്കുപൊത്തിയും അതുപോലെ തന്നെ വളരെ പ്രയാസപ്പെട്ടും മാത്രമേ ഞങ്ങൾക്ക് കഴിയാൻ നിവൃത്തിയുള്ളൂ. അത് അദ്ദേഹം കാര്യമാക്കണം. കാര്യമായിട്ട് എടുത്തിട്ട് അതിന് നടപടി ഉണ്ടാക്കണം. ഞങ്ങളുടെ ആവശ്യം എന്താണ്? ഏതായാലും നിങ്ങളെ നടപ്പാക്കും എന്ന് മനഃപൂർവ്വമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിന് പറ്റിയ രീതിയിൽ പത്രങ്ങളിലെല്ലാം റിപ്പോർട്ടുകൾ വരുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റ് അന്ധകാരയിൽ സ്ഥാപിച്ച് ഈ മലിനജലം ശുദ്ധീകരിക്കുന്ന ഏർപ്പാടുണ്ടാക്കണം. അതല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായി തീരും. മറ്റൊന്ന് ജൈവ വൈവിധ്യത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അത് നശിച്ചു പോവുക തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള നടപടികളുടെ ഫലമായിട്ട് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് പൂർണ്ണമായും നഷ്ടപ്പെടും. അതുകൊണ്ടുണ്ടാകാവുന്ന ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യണം. അന്ന് ഈ മന്ത്രി ഉണ്ടാകണമെന്നില്ല. ഈ പ്രസാദ് സാറിനെ ഓവർടേക്ക് ചെയ്ത് എടുക്കുന്ന തീരുമാനത്തിന് യഥാർത്ഥത്തിൽ നിങ്ങളാരും മറുപടി പറയേണ്ടി വരികയില്ല. അന്നത്തെ ഗവൺമെൻറ്റാണ് മറുപടി പറയേണ്ടി വന്നത്. ഒരു കാര്യം ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. 1957 മുതൽ തുടർച്ചയായി അരൂർ മേഖലയിൽ നടന്ന മത്സ്യ സംസ്കരണ ഫാക്ടറികളുടെ മലിനീകരണം മൂലം ചന്തിരൂർ തോട് വൃത്തികേടായപ്പോൾ അവിടുത്തെ ജനങ്ങൾ നടത്തിയ സമരത്തിൻ്റെ ഫലമായിട്ടാണ് അത് അവിടെ നിന്ന് പോരേണ്ടി വന്നത്. തന്നെയുമല്ല, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കേരള ഗവൺമെൻറ് ആ തോട് ശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. ലാഭം കൊണ്ടുപോയതാരാ? മത്സ്യ കോൺട്രാക്ടർമാർ, മത്സ്യ മുതലാളിമാർ. ജനങ്ങളുടെ പൊതുപണം എടുത്ത് അത് ശുദ്ധീകരിച്ചതാരാ? ഗവൺമെൻറ്. ഇത് തന്നെയാണ് ഇനിയും ഉണ്ടാകാൻ പോകുന്നത്. ഒരു സംശയവും എനിക്കില്ല. അതുകൊണ്ട് വളരെ മുൻകരുതലോടുകൂടി വേണം ഈ നടപടി നിങ്ങൾ നടപ്പാക്കാൻ. നിങ്ങൾക്കൊരു കാര്യം നടപ്പാക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിൻ്റെ അനന്തരഫലങ്ങളെ നെഗറ്റീവായിട്ട് വരുമ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നാൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരികയില്ല. തീർച്ചയായ കാര്യമാണ്. അത്രയും മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം.